നമസ്തേ, എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു ട്രെയിനിങ് വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ കബീർ ദാസ്, മോട്ടിവേഷണൽ ട്രെയിനർ ആൻഡ് ബിസിനസ് കോച്ച്. സ്വദേശം തിരുവനന്തപുരം ജില്ലയുടെ ആറ്റിങ്ങലാണ്. നിങ്ങൾ നൽകി വരുന്ന പ്രോത്സാഹനവും പിന്തുണയും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് കിടക്കാം. കമ്മ്യൂണിക്കേഷൻ ഏവർക്കും ഉപകാരപ്രദമാകുന്ന ഈ വീഡിയോ അവസാനം വരെ ഒട്ടും സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കണം. മാത്രവുമല്ല, നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഇത് ഫോർവേഡ് ചെയ്ത് ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ എന്താണ് കമ്മ്യൂണിക്കേഷൻ? കമ്മ്യൂണിക്കേഷൻ ഈസ് എ പ്രോസസ് ഓഫ് ഷെയറിങ് ഇൻഫർമേഷൻസ്, ഐഡിയാസ്, തോട്ട്സ് ആൻഡ് ഫീലിങ്സ്. ഷെയറിങ് ടു ഇൻഡിവിജ്വൽസ് ഓർ എ ഗ്രൂപ്പ്. നമ്മളൊരു ഗ്രൂപ്പിലേക്കോ ഒരു ഇൻഡിവിജ്വലിലേക്കോ നമ്മൾ എന്തെങ്കിലും ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നതിന്, അതുപോലെ തന്നെ നമ്മുടെ ഐഡിയ പാസ് ചെയ്യുന്നതിന്, നമ്മുടെ തോട്ട്സ്, നമ്മുടെ ഫീലിങ്സ് ഒരു ഇൻഡിവിജ്വലിനോടോ അഥവാ ഒരു ഗ്രൂപ്പിനോടോ ഷെയർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. കേൾക്കുമ്പോൾ സംഗതി വളരെ നിസ്സാരമാണെങ്കിലും ആൾ ചില്ലറക്കാരനല്ല. ഈ കമ്മ്യൂണിക്കേഷൻ സന്ദേശങ്ങൾ കൈമാറുന്നതല്ലാതെ തന്നെ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കുന്നതിനും അതുപോലെ തന്നെ മറ്റുള്ളവരെ നന്നായി സ്വാധീനിക്കാനും എന്തിന് വലിയ വലിയ പ്രശ്നങ്ങൾ പോലെ പരിഹരിക്കാനും നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ സാധിക്കും. അപ്പോൾ കമ്മ്യൂണിക്കേഷന് പല രീതികളുണ്ട്. മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ, പല മോഡുകളിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. ഉദാഹരണത്തിന് ആദ്യമായി നമ്മൾ നോക്കുകയാണെങ്കിൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതുകൊണ്ട് ആശയവിനിമയത്തിന് പല രീതികളുണ്ടെങ്കിലും ശരിയായ രീതി തിരഞ്ഞെടുക്കുന്നത് അതിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്തെന്നാൽ സന്ദേശം സ്വീകരിക്കുന്നതിലും അത് മനസ്സിലാക്കുന്നതിനും ആ രീതികൾ നമുക്ക് ഒരുപാട് സഹായകമാകും. ഒരു ഉദാഹരണത്തിലൂടെ വ്യക്തമാക്കാം. ഒരു വലിയൊരു ഇൻഫർമേഷനാണ് നമുക്ക് വേറൊരാളിനോട് പാസ് ചെയ്യാനുള്ളത്. അത് ജസ്റ്റ് ഫോൺ വിളിച്ച് പറയുകയോ നേരിട്ടൊന്നും സംസാരിക്കുകയോ ചെയ്യും. നമ്മൾ പറയുമ്പോഴെല്ലാം തലയും കുലുക്കി ഇരുന്ന് കേട്ടിട്ട് പോകും. പക്ഷേ എന്താവും, നമ്മൾ സംസാരിക്കുന്ന കാര്യങ്ങൾ മൊത്തത്തിൽ ആളിന് മനസ്സിലാവണമെന്നില്ല. മാത്രമല്ല അതിന് ശേഷം അത് ഇൻഫർമേഷൻ ഇംപ്ലിമെൻറ്റേഷൻ പാർട്ടിൽ വരുമ്പോഴും അത് മൊത്തം ഉണ്ടാകണമെന്നില്ല. അപ്പോൾ അങ്ങനെയുള്ള ലെങ്തി ആയിട്ടുള്ളൊരു ഇൻഫർമേഷൻ പാസ് ചെയ്യണമെങ്കിൽ നമ്മളെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ മാറ്റണം. നമ്മളത് ലെറ്ററിലൂടെ എഴുതി കൊടുക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് മാറ്റി ഒരു നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഒരു ലെറ്ററായിട്ട് എഴുതി കൊടുക്കാം. അദ്ദേഹത്തിന് മൊത്തം വായിച്ച് നോക്കി അതിൻ്റേതായ അവസരത്തിനനുസരിച്ച് പ്രതികരിക്കാനും ആ കിട്ടുന്ന ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ആളിന് കഴിയും. അപ്പോൾ കമ്മ്യൂണിക്കേഷൻ അനുസരിച്ച് നമുക്ക് മാറ്റേണ്ടതായി വരും. മറ്റൊരു ഉദാഹരണം കൂടി, ഒരു ഫയർ ഇൻസിഡൻ്റ് ആണ് സംഭവിക്കുന്നത്. നമുക്ക് ലെറ്റർ എഴുതിയാൽ മതിയോ? ആ സമയത്ത് ലെറ്റർ കൊണ്ട് കാര്യമില്ല. ഒരു അലാം സെറ്റ് ചെയ്യേണ്ടി വരും, അലാം അടിക്കേണ്ടി വരും, അല്ലെങ്കിൽ മൈക്ക് അനൗൺസ് ചെയ്യേണ്ടി വരും. അതാണ് പറഞ്ഞത്. സന്ദർഭം, പ്രേക്ഷകർ, അടിയന്തര സാഹചര്യം എന്നിവയെ അടിസ്ഥാനമാക്കി നമ്മളെ മോഡ് ഓഫ് കമ്മ്യൂണിക്കേഷൻ എങ്ങനെ വേണം എന്ന് നമ്മൾ തിരഞ്ഞെടുക്കാൻ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, കമ്മ്യൂണിക്കേഷൻ പൊതുവായി രണ്ട് തരത്തിലുണ്ട്. ഒന്ന് വെർബൽ കമ്മ്യൂണിക്കേഷൻ, ഒന്ന് നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ. വെർബൽ കമ്മ്യൂണിക്കേഷൻ നമുക്കെല്ലാം അറിയാം. ഫേസ് ടു ഫേസ് സംസാരിക്കുന്നതായാലും, ഒന്ന് വൺ കൺവെർസേഷനായി, പബ്ലിക് സ്പീക്കിംഗ് ആയി, ഒരു പൊതുവേദിയിൽ സംസാരിക്കുന്നതായി, മൈക്ക് അനൗൺസ് ചെയ്യുന്ന ഇത്തരം, അതായത് വെർബലായി നമ്മൾ ചെയ്യുന്ന കമ്മ്യൂണിക്കേഷനെയാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ രണ്ട് തരത്തിലുണ്ട്. ഒന്ന് നമ്മൾ വീഡിയോ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊക്കെ കാണും കാർട്ടൂൺ നെറ്റ്വർക്കിലൂടെ, സിനിമ, പണ്ട് സൗണ്ട് ഇല്ലാത്ത, ശബ്ദമില്ലാത്ത ഉള്ള മൂവികളിലൂടെ, അങ്ങനെയുള്ള ഒരുപാട് ബോഡി ലാംഗ്വേജുകളിലൂടെ ഒക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മുടെ വിഷ്വൽ കമ്മ്യൂണിക്കേഷനാണ്. അതുപോലെ ഇന്നത്തെ തലമുറയിൽ ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ ഭയങ്കര പ്രാധാന്യമുള്ളൊരു കമ്മ്യൂണിക്കേഷനാണ്. സോഷ്യൽ മീഡിയ ആപ്പുകളുണ്ട്, അതിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇമെയിൽ സന്ദേശങ്ങളിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പം ഡിജിറ്റൽ വന്നതിന് ശേഷം കമ്മ്യൂണിക്കേഷൻ്റെ മൂന്നാമത്തെ ഒരു ഭാഗം കൂടിയായി ഡിജിറ്റൽ കമ്മ്യൂണിക്കേഷൻ. നമ്മളൊരു കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ അതിനെക്കുറിച്ച് ആധികാരികമായി മൊത്തം പഠിച്ചില്ലെങ്കിലും കമ്മ്യൂണിക്കേഷൻ പഠിക്കുമ്പോൾ അതിൻ്റെ പൊതുവായ കാര്യങ്ങൾ കൂടി നമ്മൾ അറിഞ്ഞിരിക്കണം. അതുകൊണ്ടാണ് മുഖവരയായി ഇത്രയും കാര്യങ്ങൾ കൂടി പറഞ്ഞത്. എന്നാൽ നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് വെർബൽ കമ്മ്യൂണിക്കേഷൻ എങ്ങനെ ഭംഗിയാക്കാം, എങ്ങനെ മറ്റുള്ളവർ ഇഷ്ടപ്പെടുന്ന തരത്തിൽ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ്റെ ക്വാളിറ്റി ഉണ്ടാക്കാം, നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആവാം, ആരെയും ആകർഷിക്കുന്ന തരത്തിൽ, ആൾക്കാരിൽ ഇംപ്രഷൻ ജനിപ്പിക്കുന്ന തരത്തിൽ നമുക്ക് എങ്ങനെ നമ്മളെ വെർബൽ കമ്മ്യൂണിക്കേഷൻ ഇമ്പ്രൂവ് ചെയ്യാം എന്ന സബ്ജക്റ്റാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നല്ല കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ വളരെ നിസ്സാരമാണെങ്കിലും
ഈ കമ്മ്യൂണിക്കേഷനിലൂടെ നന്നായി ആരെയും ഇൻഫ്ലുവൻസ് ചെലുത്താൻ എന്നുള്ള ഒരു ക്വാളിറ്റി നിങ്ങൾക്കുണ്ടെങ്കിൽ അതിലൂടെ നല്ല ബന്ധങ്ങൾ കെട്ടിപ്പടുക്കാനും മറ്റുള്ളവരെ ഇൻഫ്ലുവൻസ് ചെലുത്താനും വലിയ വലിയ പ്രശ്നങ്ങൾ പോലും സോൾവ് ചെയ്യാനും നിങ്ങൾക്ക് നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുണ്ടെങ്കിൽ സാധ്യമാകുമെന്നാണ് ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഇന്ന് ഈ സബ്ജക്റ്റിന് ഇവിടെ ഇത്രയും പ്രാധാന്യം. ഒരു നല്ല കമ്മ്യൂണിക്കേറ്റർ ആകേണ്ട ആവശ്യകത അവിടെയാണ്. അതുപോലെ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് ഒരു സ്കില്ലാണ്, ഒരു ടാലൻ്റ് അല്ല. സ്കില്ലുകൾ നമുക്ക് എപ്പോഴും അക്വയർ ചെയ്യാൻ പറ്റും, നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റും. വാക്കുകൾക്ക് തോക്കുകളേക്കാൾ ശക്തിയുണ്ട് എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. കത്തിയേക്കാൾ ആഴത്തിൽ മുറിവുണ്ടാക്കാൻ വാക്കുകൾ കഴിയും എന്നും നമ്മൾ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഒരു കാര്യം പലതരത്തിൽ നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. പല ആൾക്കാരെയും നമ്മൾ അത്ര ഇൻട്രസ്റ്റായി നമുക്ക് അവരെ പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന തരത്തിൽ ചില ആൾക്കാരുടെ സംസാരങ്ങൾ. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് ഒരു കാര്യം തന്നെ പലതരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും. ഉദാഹരണത്തിന് പണ്ടൊരു രാജാവ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന് ജ്യോതിഷത്തിലൊക്കെ ഭയങ്കര താല്പര്യമുള്ള ആളാണ്. അദ്ദേഹം ഒരു ജ്യോതിഷിയെ വിളിച്ചു വരുത്തി പറഞ്ഞു, എൻ്റെ ജ്യോതിഷമൊക്കെ നോക്കിയൊന്ന് പറയണമെന്ന്. ജ്യോതിഷി വന്നു, അദ്ദേഹത്തിൻ്റെ ഇതൊക്കെ എടുത്ത് വെച്ചിട്ട് നോക്കിയിട്ട് രാജാവിനോട് പറഞ്ഞു, ക്ഷമിക്കണം രാജാവേ, അങ്ങയുടെ മുന്നിൽ അങ്ങയുടെ എല്ലാ പ്രിയപ്പെട്ടവരും മരിച്ചു വീഴുന്നത് അങ്ങ് കാണേണ്ടി വരും. രാജാവ് പെട്ടെന്ന് ക്ഷുഭിതനായി തുറുങ്കിലടയ്ക്കാൻ പറഞ്ഞു അയാളെ. പക്ഷേ പറഞ്ഞതൊക്കെ സത്യമാണെങ്കിലും രാജാവിനെ അപ്പോൾ പെട്ടെന്ന് ദേഷ്യം വന്നു. ഇതറിഞ്ഞ ഇതേ ജ്യോതിഷിയുടെ മകൻ എങ്ങനെയെങ്കിലും ഒരു രാജാവിൻ്റെ എനിക്കൊരു അപ്പോയിൻമെൻറ്റ് വേണം, ഞാനും ഈ ജ്യോതിഷശാസ്ത്രം നന്നായി പഠിച്ചിട്ടുള്ള ആളാണ്, മന്ത്രിയൊക്കെ റെക്കമെൻഡേഷനൊക്കെ വാങ്ങി വീണ്ടും ഇദ്ദേഹം രണ്ടാമത് രാജാവിനെ കാണാൻ വരികയും രാജാവ് പറഞ്ഞു, ശരി നീ നോക്ക്. ഇയാൾ നോക്കിയപ്പോൾ രാജാവിൻ്റെ സ്ഥിതി ഇത് തന്നെയാണ്. പക്ഷേ അയാൾ പറഞ്ഞു, മഹാരാജൻ, ഈ കുടുംബത്തിൽ ഏറ്റവും അവസാനം വരെ ജീവിച്ചിരിക്കുന്നത് അങ്ങായിരിക്കുമെന്ന് പറഞ്ഞു. പറഞ്ഞത് രണ്ടും ഒന്നാണെങ്കിലും അദ്ദേഹം അവസാനം വരെ ജീവിച്ചിരിക്കുമ്പോൾ വേണ്ടപ്പെട്ടവരെല്ലാം മരിക്കുന്നത് കാണേണ്ടി വരുമല്ലോ. പറഞ്ഞത് ഒന്നാണെങ്കിലും പ്രവൃത്തി വേറെ രീതിയിലാണത് പ്രസൻറ്റ് ചെയ്തത് എന്നുള്ളതാണ്. അതുകൊണ്ട് രാജാവ് ഇത് പറഞ്ഞപ്പോൾ രാജാവ് പ്രസന്നനായി. രാജാവ് പറഞ്ഞു, ഗുഡ്, ഞാനാണല്ലോ അവസാനം വരെ ജീവിച്ചിരിക്കുന്നയാൾ, ഇവന് പട്ടും മുളയും പൊന്നും കൊടുക്കാൻ പറഞ്ഞു. എനിക്ക് പട്ടും മുളയും പൊന്നും വേണ്ട, അങ്ങ് ജയിലിലാക്കിയിരിക്കുന്നത് എൻ്റെ പിതാശ്രീയാണ്, അദ്ദേഹത്തെ ഒഴിവാക്കി തന്നാൽ മതി, അദ്ദേഹത്തെ റിലീസ് ചെയ്ത് തന്നാൽ മതി എന്ന് പറയുന്നൊരു കഥയുണ്ട്. അത് പറഞ്ഞതിൻ്റെ അർത്ഥം, നമുക്ക് ഒരേ അർത്ഥമുള്ള ഒരേ കാര്യമാണെങ്കിലും എങ്ങനെ വേണമെങ്കിലും അത് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമ്മുടെ സബ്ജക്റ്റ് നമുക്ക് ആരെയും ആകർഷിക്കുന്ന തരത്തിൽ എങ്ങനെ സരസമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. എല്ലായ്പ്പോഴും പോലെ എൻ്റെ ട്രെയിനിങ്ങുകളെല്ലാം വളരെ സിമ്പിളായി പോയിൻ്റുകളായിട്ടാണ് നമ്മൾ കണ്ടക്ട് ചെയ്യാറുള്ളത്. ഇന്നും നമ്മുടെ ഈ ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ്റെ 7 പോയിൻ്റുകളായിട്ടാണ് നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഒന്നാമത്തെ പോയിന്റ് നോക്കാം, ടു നോ ദി കമ്മ്യൂണിറ്റി. ഏത് തരത്തിലുള്ള കമ്മ്യൂണിറ്റിയോടാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അതാണ് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ പോയിൻ്റാണ് ആക്റ്റീവ് ലിസണിങ്. നല്ല കേൾവിക്കാരനാകാൻ ഞങ്ങൾക്ക് കഴിയണം. മൂന്നാമത്തെ പോയിൻ്റാണ് ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻസി. നല്ല വ്യക്തവും സംക്ഷിപ്തവുമായി സംസാരിക്കാൻ നമുക്കാകണം. എൻ്റെ നാലാമത്തെ പോയിൻ്റ് ബ്യൂട്ടി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷൻ്റെ സൗന്ദര്യം എന്ന് പറയുന്നത് അതിൻ്റെ കുറച്ച് ടിപ്പുകളുണ്ട്, അതിനെക്കുറിച്ചാണ് നമ്മൾ പറയുന്നത്. 5 എമ്പതി. കമ്മ്യൂണിക്കേഷനിൽ എമ്പതി ഉണ്ടായിരിക്കണം. 6 എൻഗേജ്മെൻറ്റ്. എങ്ങനെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ മറ്റേ ആൾക്കാരെ കൂടെ നമ്മളെ കേൾവിക്കാരെ കൂടെ എങ്ങനെ നമുക്ക് എൻഗേജ് ചെയ്ത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. 7 നമ്മളെ സ്പീച്ചിൽ നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. നമ്മുടെ 7ാമത്തെ പോയിൻ്റ് കോൺഫിഡൻസ് ആണ്. അപ്പോൾ ഓരോരോ പോയിന്റുകളിലേക്ക് വരാം. ഒന്നാമത്തെ പോയിന്റ് ഞാൻ പറഞ്ഞു, ടു നോ ദി കമ്മ്യൂണിറ്റി. വാട്ട് കമ്മ്യൂണിറ്റി യു ആർ അഡ്രസ്സിങ്. നമ്മൾ ആരുമായിട്ടാണ് സംസാരിക്കുന്നത് എന്നത് മനസ്സിലാക്കേണ്ടത് വലിയ അത്യാവശ്യമാണ്. ഒരിക്കലൊരു പുലിയും കഴുതയും തമ്മിലൊരു പന്തായം വെച്ചു. കഴുത പറഞ്ഞു, പുല്ലിനെല്ലാം മഞ്ഞ കളറാണെന്ന് പറഞ്ഞു. പുലി പറഞ്ഞു, നിനക്കെന്ത് വട്ടുണ്ടോ, എനിക്ക് നന്നായിട്ടറിയാം, പുല്ലുകളെല്ലാം പച്ച കളറാണ്. കഴുത പറഞ്ഞു, ഈ പുല്ല് തിന്നാറില്ലല്ലോ, പുല്ല് ഞാനാണ് തിന്നുന്നത്, എനിക്ക് വ്യക്തമായിട്ട് അറിയാവുന്ന. ഭയങ്കര വാക്ക് തർക്കമായി. രണ്ടുപേരും കൂടെ അവസാനം സിംഹത്തിൻ്റെ അടുത്തേക്ക് പോയി. രാജാവിൻ്റെ അടുത്ത് പോയി ചെന്നിട്ട് പറഞ്ഞു, രാജൻ, ഒരു ചെറിയ പ്രശ്നമുണ്ട്, നമ്മൾ തമ്മിൽ വലിയൊരു പന്തായത്തിലാണ്. ചോദിച്ചു, എന്ത് പറ്റി? പുലി പറഞ്ഞു, ഈ കഴുതയെടുത്ത് എത്ര പറഞ്ഞിട്ടും പുല്ലിൻ്റെ നിറം പച്ചയാണെന്ന് കഴുത അംഗീകരിക്കുന്നില്ല. കഴുത പറയുകയാണ്, ഞാൻ ജനിച്ച അന്ന് തൊട്ട് പുല്ലാണ് കഴിക്കുന്നത്, എനിക്കറിയാം ഇത് മഞ്ഞ നിറമാണ് എന്നുള്ളത്. രാജാവ് പറഞ്ഞ്, കഴുതയ്ക്ക് 15 ചാട്ടവാറടി. പറഞ്ഞില്ലേ പുല്ലിന് പച്ച നിറമാണ്, നീ മനസ്സിലാക്കാത്തതെന്ന് വെച്ച് 15 ചാട്ടവാറടി. പുലിയെ 15 ദിവസത്തേക്ക് കാരാഗ്രഹത്തിലേക്ക് പറഞ്ഞയച്ചു. പുലി പറഞ്ഞു, രാജൻ, ഞാൻ പറഞ്ഞത് സത്യമായിരുന്നു, പക്ഷേ നീ ഒരു കാര്യം ഓർമ്മിക്കണമായിരുന്നു. നീ സത്യമാണ് പറഞ്ഞെങ്കിലും ആരോടാണ് പന്തായം വയ്ക്കുന്നതെന്ന് നിനക്ക് ധാരണ ഉണ്ടാവണം.
നീ കഴുതയോടാണ് പന്തയം വെച്ച്, അതുകൊണ്ടാണ് നിനക്ക് 15 ദിവസത്തെ ജയിൽ തന്നതെന്നാണ് പറഞ്ഞത്. അതായത് പറയുന്നതിൻ്റെ അർത്ഥം, നമ്മൾ ഏത് ആൾക്കാരുമായി ഏത് കമ്മ്യൂണിറ്റിയുമായാണോ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്, സംസാരിക്കുന്നത് എന്നതിനെക്കുറിച്ചുള്ള നല്ല നോളജ് നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടായിരിക്കണം. നിങ്ങൾ പ്രേക്ഷകർക്ക് അനുയോജ്യമായ രീതിയിൽ ആശയവിനിമയം ചിട്ടപ്പെടുത്താൻ നമുക്കാകണം. പ്രേക്ഷകരിൽ ജെൻഡർ, അവരുടെ ഏജ് ഗ്രൂപ്പ്, അവരുടെ ലാംഗ്വേജ്, എന്ത് കമ്മ്യൂണിറ്റി എന്നതിനെക്കുറിച്ച് വ്യക്തമായ ധാരണ നമ്മൾ സംസാരിക്കുമ്പോൾ ഉണ്ടാവണം. എപ്പോഴും ഓപ്പോസിറ്റ് ജെൻഡറായിട്ടുള്ള ആൾക്കാരുമായി സംസാരിക്കുമ്പോൾ ചില ചിട്ടകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതുപോലെ തന്നെ കുട്ടികളുമായി സംസാരിക്കുമ്പോൾ വലിയ കാര്യങ്ങളൊന്നും കൊച്ചുങ്ങളുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമില്ല. കുട്ടികളോട് കുട്ടികളെ പോലെ സംസാരിക്കാൻ നമുക്കാകണം. അന്യഭാഷക്കാരുമായി സംസാരിക്കുമ്പോൾ അവരിൽ കമ്മ്യൂണിക്കേഷൻ എത്തണം. നമ്മൾ എന്താണോ നമ്മൾ ഉദ്ദേശിച്ചത് അത് അയാളിലേക്ക് എത്തിക്കാൻ നമുക്ക് കഴിയണം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും ഒന്നാമത്തെ പോയിൻ്റ്, കമ്മ്യൂണിക്കേഷനിൽ ഏത് കമ്മ്യൂണിറ്റിയുമായാണോ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് അതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായ ധാരണ ഉണ്ടാവണം. അപ്പോൾ രണ്ടാമത്തെ പോയിൻറ്റും വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ പോയിൻറ്റുമാണ് ആക്റ്റീവ് ലിസണിങ്. നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ നിങ്ങളെ കേൾക്കാനും ആർക്കും താല്പര്യം ഉണ്ടായില്ല. അത് മനസ്സിലാക്കണം. എപ്പോഴും ഒരു ആക്റ്റീവ് ലിസണർക്ക് മാത്രമേ നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ പറ്റൂ. ഞാൻ പറയും ആക്റ്റീവ് ലിസണിങ്ങിൽ ഞാൻ 5 പോയിന്റുകൾ പറയാം. ഒന്നാമത്തെ പോയിന്റ്, നമ്മളൊരാളുമായി ആശയവിനിമയം നടത്തുമ്പോൾ നമ്മൾ അവരിൽ അറ്റൻഷനുള്ള ആളായിരിക്കണം. ഒന്നാമത്തെ പോയിന്റ്, ആ സ്പീക്കർക്ക് നല്ല അറ്റൻഷൻ കൊടുക്കണം. അറ്റൻഷൻ കൊടുത്താലും പോരാ, അവർക്കത് ഫീൽ ചെയ്യണം. ആ ആൾ ഞാൻ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നു, കേൾക്കുന്നു എന്ന്. അതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്ന്, എലിമിനേറ്റ് ദി ഡിസ്ട്രാക്ഷൻസ്. എന്തെങ്കിലും ഡിസ്ട്രാക്ഷൻ, നമ്മൾ ഇപ്പോൾ TV കണ്ടുകൊണ്ടൊക്കെ ഇരുന്നപ്പോഴാണ് ഒരു ബിസിനസ് പ്രപ്പോസൽ സംസാരിക്കാൻ ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നത്. ഒരു സ്ഥലത്ത് TV ഇരുന്ന് വർക്ക് ചെയ്യുക, നമ്മൾ സംസാരിക്കുകയാണ്. തെറ്റാണത്. അവർ വരുമ്പോൾ അവർക്ക് ആ റെസ്പെക്റ്റ് തോന്നണമെങ്കിൽ അവർ വന്ന് ഇരിക്കും. എന്നിട്ട് നമ്മൾ റിമോട്ട് എടുത്ത് TV എല്ലാം ഓഫ് ചെയ്തു. മൊബൈൽ അതുപോലെയുള്ള ഡിവൈസസ് ഒക്കെ ഉണ്ടെങ്കിൽ മൊബൈലൊക്കെ എടുത്ത് അങ്ങോട്ട് മാറ്റി വെച്ചു. മറ്റ് മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. പറഞ്ഞോ, എനിക്ക് ഞാൻ കേൾക്കുന്നുണ്ട്, പറഞ്ഞു. എന്നിട്ട് സ്വന്തമായി മൊബൈലിൽ എന്തോ ചെയ്തുകൊണ്ടിരിക്കുക. ആ പറയുന്ന ആളിന് അതൊരു ഡിസ്റെസ്പെക്റ്റ് ആയിട്ട് തോന്നും. ഇതെല്ലാം അങ്ങെടുത്ത് മാറ്റിവെച്ച് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് നോക്കി അവർ പറയുന്നത് ശ്രദ്ധിക്കുന്ന ഒരു അറ്റൻഷൻ നമ്മൾ ആ സ്പീക്കർ കൊടുക്കുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷൻ കുറേ കൂടെ അർത്ഥവത്താവുന്നത്. അതാണ് ലിസണിങ്. അപ്പോൾ ആക്റ്റീവ് ലിസണിങ്ങിൽ രണ്ടാമത്തെ പോയിന്റ് എന്ന് പറഞ്ഞാൽ പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് എന്നാണ് പറയുന്നത്. ഒരാളുടെ അടുത്ത് സംസാരിക്കുമ്പോൾ നമ്മളിങ്ങനെ മസിലൊക്കെ പിടിച്ച് ഇങ്ങനെ കയറി നിൽക്കാൻ പാടില്ല. അല്പം മുന്നോട്ട് ലീൻ ചെയ്ത് ലിസൺ ചെയ്യണമെന്നാണ് പറയുന്നത്. അതാണ് പോസിറ്റീവ് ബോഡി ലാംഗ്വേജ്. അതുപോലെ തന്നെ നമ്മൾ നോഡ് ചെയ്യണം. അതായത് എന്നിപ്പോൾ അതെയോ തലകുലുക്കി കേൾക്കുന്ന ആ ഒരു നോടി, ഇതൊക്കെ നമ്മളെ ബോഡി ലാംഗ്വേജാണ്. പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് ഉണ്ടാവണം. ആ പറയുന്ന കാര്യങ്ങളെ നമ്മൾ അക്നോളജ് ചെയ്യും. അത് ശരി, അപ്പോൾ അങ്ങനെയായിരുന്നു, അതെയോ, അപ്പം നിങ്ങൾ പറഞ്ഞു വരുന്നത് അതാണല്ലേ എന്ന രീതിയിൽ അത് റിപ്പീറ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു പോസിറ്റീവ് ബോഡി ലാംഗ്വേജ് നമുക്കുണ്ടാകണം. നാലാമത്, അണ്ടർസ്റ്റാൻഡ് ദിയർ മെസ്സേജ്. അവർ പറയുന്ന മെസ്സേജ് നമുക്ക് നന്നായിട്ട് മനസ്സിലാകണം. മനസ്സിലായാൽ മാത്രം പോരാ, അവർക്കും മനസ്സിലാകണം, ഈ ആൾക്ക് ഞാൻ പറയുന്ന കാര്യങ്ങൾ മനസ്സിലാവുന്നുണ്ട് എന്നും. ആ രീതിയിൽ നമ്മൾ നന്നായിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റണം. ചില ആൾക്കാർക്കൊരു ഹാബിറ്റുണ്ട്, നമ്മളൊരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോൾ ഫസ്റ്റ് സെൻറ്റൻസ് ആകുമ്പോൾ തന്നെ അതിന് റിപ്ലൈ പറയാനുള്ള കാര്യം തലച്ചോറിൽ ഓർമ്മിച്ചു തുടങ്ങും. അങ്ങനെയുള്ള ആൾക്കാരാണ് നമ്മൾ ചോദിച്ചതെന്ന് അവർ പറയുന്ന മറ്റൊന്നായിരിക്കും. കാര്യം എന്താണെന്ന്, നമ്മൾ ചോദ്യം മുഴുവനായി കേൾക്കില്ല. പകുതി കേട്ടപ്പോൾ തന്നെ ഇതിനെന്ത് ഉത്തരം കൊടുക്കണം എന്ന് തലച്ചോറ് ചിന്തിക്കാൻ തുടങ്ങും. അതൊരിക്കലും പാടില്ല. പൂർണ്ണമായും അദ്ദേഹത്തിൻ്റെ മെസ്സേജ് കേൾക്കണം. അപ്പോൾ നിങ്ങൾ പറഞ്ഞത് അങ്ങനെയാണല്ലേ എന്ന് വേണമെങ്കിൽ നമുക്ക് റിപ്പീറ്റ് ചോദിക്കാം. എനിക്കത് കാര്യം മനസ്സിലായി, നിങ്ങൾ പറയുന്നത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ഇങ്ങനെ രീതിയിൽ നമ്മൾ ആ മെസ്സേജ് അണ്ടർസ്റ്റാൻഡ് ചെയ്തതിന് ശേഷമേ റിപ്ലൈ ചെയ്യൂ. ഡോണ്ട് ഇൻറ്ററപ്റ്റ്. ചില ആൾക്കാരുടെ ഭയങ്കര ബാഡ് ഹാബിറ്റാണ്, എനിക്ക് മനസ്സിലായി, ഞാൻ പറയുന്ന കേൾക്ക് എന്ന് പറഞ്ഞ് ആ ആളിനെ അവരുടെ മെസ്സേജ് കൺവേ ചെയ്യാൻ അനുവദിക്കാത്ത രീതിയിലുള്ള കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നവരുണ്ട്. ഭയങ്കര തെറ്റാണ്. അവരാർക്കും ഇഷ്ടമാകില്ല അങ്ങനെ സംസാരിക്കുന്നവർ. ഒരാളിനെ പറയുന്നെങ്കിൽ അവർ പറയാൻ അനുവദിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പറഞ്ഞത് ആക്റ്റീവ് ലിസണിങ്ങിൻ്റെ 5ാമത്തെ പോയിന്റ്, റെസ്പോണ്ട് അപ്രോപ്രിയേറ്റ്ലി. നിങ്ങൾക്ക് എപ്പോഴാണോ സംസാരിക്കാനുള്ള അവസരം വരുന്നത് അതുവരെ നമ്മൾ കാത്തിരിക്കണം. അവർ പറഞ്ഞ് തീരട്ടെ, അതിനുശേഷം സംസാരിക്കണം. അവസരമാകുമ്പോൾ മാത്രം സംസാരിക്കുകയും നിങ്ങൾക്ക് എപ്പോഴാണോ അവസരം വരിക അപ്പോഴും മാത്രം നിങ്ങൾ റെസ്പോണ്ട് ചെയ്യണം. അതാണ് ഏറ്റവും നല്ല കമ്മ്യൂണിക്കേഷൻ. ഏറ്റവും ഉദാഹരണം ഞാൻ ഒന്നുകൂടി പറയാം. എപ്പോഴും ആക്റ്റീവ് ലിസണർ 30% സംസാരിക്കുകയും 70% വരെ കേൾക്കുകയും ചെയ്യണമെന്നാണ് പറയുന്നത്. ഒരു മൊത്തം കൺവെർസേഷനിൽ നമ്മൾ 70% സമയം കേട്ടുകൊണ്ടിരിക്കുക, 30% മാത്രം സംസാരിച്ചാൽ മതി എന്നാണ് പറയുന്നത്.
അങ്ങനെ ഉള്ളവരെയാണ് എല്ലാവർക്കും പ്രിയപ്പെട്ടവരാകുന്നതും എല്ലാവർക്കും നമ്മളെ കേൾക്കാനും താല്പര്യം തോന്നുന്നത്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ പോയിന്റിലേക്ക് കിടക്കാം. ക്ലാരിറ്റി ആൻഡ് കൺസിസ്റ്റൻ. ഞാൻ പറഞ്ഞു, നല്ല വ്യക്തവും സംക്ഷിപ്തവുമായിട്ടായിരിക്കണം നമ്മുടെ സംസാരം. അനാവശ്യമായ പദപ്രയോഗങ്ങളോ വലിച്ചു നീട്ടലുകളോ അവ്യക്തതകളോ ഒക്കെ ഒഴിക്കൊണ്ട് കൃത്യമായ പോയിന്റ് വൈസ് പോയിന്റ് വ്യക്തമായി സ്ഫുടമായി സംസാരിക്കാൻ നമുക്കാകണം. ഏറ്റവും വലിയൊരു പോയിൻ്റാണ്. നിങ്ങൾക്ക് എന്താണെന്ന് പറയാനുള്ളത് വളരെ വ്യക്തമാവും സംക്ഷിപ്തവുമായി പറയാൻ നിങ്ങൾക്ക് കഴിഞ്ഞാൽ അത് കമ്മ്യൂണിക്കേഷനിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ഉള്ള കാര്യം. മാത്രവുമല്ല, അത് കൂടുതൽ കണ്ടൻറ്റ് ഡെലിവറി ചെയ്യാൻ നമുക്ക് കഴിയും. ഞാൻ നേരത്തെ പറഞ്ഞു, ലിസണിങ്ങിൻ്റെ സമയത്ത് പറഞ്ഞു 70% നമ്മൾ ലിസൺ ചെയ്യും, 30% കമ്മ്യൂണിക്കേറ്റ് ചെയ്യും. ഈ തരം നന്നായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിഞ്ഞാൽ ഈ 30% സമയം കൊണ്ട് തന്നെ മറ്റേ ആൾ കൺവേ ചെയ്തതിനേക്കാൾ കൂടുതൽ മെസ്സേജ് നമുക്ക് കൺവേ ചെയ്യാൻ പറ്റും. നമുക്ക് കൂടുതൽ കണ്ടൻറ് ഡെലിവറി ചെയ്യാൻ പറ്റും. സമയം കുറച്ച് മതി, പക്ഷേ വളരെ വ്യക്തവും സംക്ഷിപ്തവുമായ രീതിയിലാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതെങ്കിൽ. അതുപോലെ തന്നെ അധികം സംസാരിക്കുന്നതിലോ എത്ര അധികം സമയം സംസാരിച്ചോ എന്നതിലല്ല, എന്ത് കണ്ടൻ്റാണ്, എത്രത്തോളം കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്, അതാണ് കാൽക്കുലേറ്റ് ചെയ്യപ്പെടുന്നത്. നാലാമത്തെ പോയിന്റ് എനിക്ക് വളരെ പ്രിയപ്പെട്ട പോയിന്റ് കൂടിയാണ്, ബ്യൂട്ടി ഓഫ് കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനെ വളരെ സൗന്ദര്യമുള്ളതാക്കാൻ പറ്റും. മറ്റുള്ളവരൊക്കെ ആകർഷണം കൊണ്ടുവരുന്ന കമ്മ്യൂണിക്കേഷന് 2 കാര്യങ്ങളുണ്ട്. ഈ വെർബൽ കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും അതിനകത്ത് വെറും വെർബൽ മാത്രം പോരാ, അതിനകത്ത് കുറച്ച് വിഷ്വലും കുറച്ച് വോക്കലും ഒക്കെ ആഡ് ചെയ്യണം. എന്താണെന്ന് നോക്കാം. വെർബൽ കമ്മ്യൂണിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശബ്ദം നിങ്ങളിലേക്ക് കേൾക്കുന്ന ആ ശബ്ദത്തെ മാത്രമാണ് വെർബൽ കമ്മ്യൂണിക്കേഷൻ. അതിന് ചില ആൾക്കാരുടെ ഒരു പ്രശ്നമുണ്ട്. ചില വേർഡ് പെർ മിനിറ്റ് ചില ആളുകൾ ഭയങ്കര പടപടപടാ സംസാരിച്ചുകൊണ്ട് പോകും. യഥാർത്ഥത്തിൽ 150 to 160 വേർഡ് പെർ മിനിറ്റ് ആണ് കറക്റ്റായ കൺവെർസേഷൻ എന്നാണ് പറയുന്നത്. ചില ആൾക്കാർ ഭയങ്കര ഫാസ്റ്റായിരിക്കും, ചിലർ വളരെ സ്ലോ ആയിട്ടായിരിക്കും സംസാരിക്കും. ഞാൻ പറഞ്ഞു വന്നതേ ഇതിനെക്കുറിച്ചായിരുന്നു ഞാൻ പറയാൻ ആഗ്രഹിച്ചു. ഈ രീതി വളരെ സ്ലോ, അവർ വേർഡ് പെർ മിനിറ്റ് കുറവായിരിക്കും. അതും പാടില്ല. 150 to 160 ആണ് സ്റ്റാൻഡേർഡ് എന്നാണ് പറയുന്നത്. അപ്പോൾ കൃത്യമായ സ്പീഡ് നമുക്ക് വെർബൽ ഉണ്ടായിരിക്കണം, വെർബൽ കമ്മ്യൂണിക്കേഷൻ. രണ്ടാമത് വോക്കൽ എന്ന് പറയുന്നത്, ചില സ്ഥലത്ത് വളരെ ഹൈ പിച്ചിൽ സംസാരിക്കേണ്ടി വരും. ഞാനിതിനെക്കുറിച്ച് ഒന്ന് ശക്തമായി പറയുന്നു എന്നൊക്കെ പറയുന്നത് നല്ല ശക്തി ഉണ്ടായിരിക്കണം. ചില കാര്യങ്ങൾ നല്ല എംഫസൈസ് ചെയ്ത് പറയാൻ കഴിയണം. അപ്പോൾ ശബ്ദത്തിന് അതിൻ്റെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവണം. അതുപോലെ തന്നെ നിർത്തി പറയേണ്ടടുത്ത് നിർത്തണം, എന്നിട്ട് അവിടെ സ്പേസ് കൊടുക്കണം, എന്നിട്ട് സ്പീച്ച് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ നിർത്തുക, പിച്ച് ഹൈ പിച്ചിലേക്ക് സംസാരിക്കുക, എംഫസൈസ് ചെയ്ത് സംസാരിക്കുക, ഇങ്ങനെയുള്ള വോക്കൽ വേരിയേഷൻസ് നമ്മുടെ കമ്മ്യൂണിക്കേഷനിൽ ഉണ്ടാവണം. അത് കമ്മ്യൂണിക്കേഷൻ്റെ ബ്യൂട്ടിയെ ഒരുപാട് വർദ്ധിക്കും. അതുപോലെ തന്നെ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ, നല്ല ഐ കോണ്ടാക്റ്റ് ഉണ്ടാക്കണം. ചില ആൾക്കാരൊക്കെ സംസാരിക്കും, ആശ്ചര്യമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ കണ്ണിലൊക്കെ ആശ്ചര്യം മുഖത്തേക്ക് വരണം. നമ്മുടെ മുഖം കൊണ്ടും കൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. സന്തോഷമുള്ള കാര്യങ്ങൾ പറയുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റണം. നല്ല സ്മൈലൊക്കെ വേണം. അതുപോലെ തന്നെ നല്ല ബോഡി കൈയൊക്കെ എടുത്ത് ഞാൻ അങ്ങോട്ട് തരികയാണ് എന്ന് പറയുമ്പോൾ നമ്മൾ കൈയൊക്കെ എടുത്ത് സംസാരിക്കുകയും, നിങ്ങളെനിക്കിഞ്ഞ് തന്നോളൂ, ഞാനിങ്ങ് വാങ്ങാം എന്നൊക്കെ പറയുന്ന നമ്മൾ വളരെ കേട്ടിട്ടുണ്ട്. ഞാനിതിങ്ങ് എടുക്കുക എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഭയങ്കര ഫേമസ് ആയ ഡയലോഗുണ്ട്. അപ്പോൾ ഈ രീതിയിൽ എക്സ്പ്രഷൻസ് കൊടുക്കുമ്പോഴാണ് ആ കമ്മ്യൂണിക്കേഷനിൽ ബ്യൂട്ടി ഉണ്ടാകുന്നത്. മറ്റുള്ളവർക്ക് വളരെ ആ കമ്മ്യൂണിക്കേഷൻ സൗന്ദര്യമുള്ളതായി മാറുന്നത്. അതിനെക്കുറിച്ച് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. നമ്മൾ ഒരു കമ്മ്യൂണിക്കേഷനിൽ ഏർപ്പെടുമ്പോൾ വെറും ശബ്ദം മാത്രമല്ല, അതിനകത്ത് നല്ല മുഖഭാവങ്ങൾ ഉണ്ടാവണം, കൈയുടെ ആക്ഷൻ ഉണ്ടാവണം, ശബ്ദത്തിൻ്റെ ഉച്ചനീചത്വങ്ങൾ ഉണ്ടാവണം. എങ്കിൽ മാത്രമാണ് നിങ്ങൾക്ക് നല്ലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാൻ കഴിയുന്നത്. നിങ്ങൾ ഇനി ശ്രമിച്ചാൽ, നിങ്ങൾ ഇനി കൺവെർസേഷൻ ചെയ്യുമ്പോൾ ഇത്തരം കാര്യങ്ങളെ ചെറുതായിട്ട് ശ്രദ്ധിച്ചാൽ, ഞാൻ എന്നും പറയുന്നൊരു കാര്യമുണ്ട്, ഒരു വലിയ വലിയ മാറ്റങ്ങളൊന്നും ഒരു ദിവസം കൊണ്ട് ഉണ്ടായതല്ല. ചെറിയ ചെറിയ ചേഞ്ചുകളിലൂടെ നമുക്ക് വലിയ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് 5ാമത്തെ പോയിന്റിലേക്ക് കടക്കാം. 5ാമത്തെ പോയിന്റ് എമ്പതി എന്നാണ് പറയുന്നത്. എമ്പതി എന്ന് പറഞ്ഞാൽ 2 പേര് സംസാരിക്കുന്ന സബ്ജക്റ്റിനനുസരിച്ച് നമ്മുടെ കൺവെർസേഷനിൽ നമ്മൾ നല്ല എമ്പതി ഉള്ള ആളായിരിക്കണം. ഉദാഹരണത്തിന് ഒരാൾ അദ്ദേഹത്തിൻ്റെ വളരെ വിഷമമുള്ളൊരു അനുഭവമൊക്കെ നിങ്ങളുടെ മുഖത്ത് പറയുമ്പോൾ നിങ്ങൾ ഒരു ഭാവവ്യത്യാസവും ഇല്ലാതെ കേട്ടുകൊണ്ട് നിന്നാൽ ആ ആളിന് മനസ്സിലുണ്ടാകുന്ന ഒരു ഫീലിംഗ് ഉണ്ട്. അത് നമ്മൾ മനസ്സിലാക്കണം. ഒരാൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫീലിംഗ് നിങ്ങളുമായി ഷെയർ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മുഖത്തും നിങ്ങളുടെ ഭാവത്തിലും നിങ്ങൾ കേൾക്കുന്നതിലും ആ എമ്പതി ആ മനുഷ്യന് ഫീൽ ചെയ്യണം. ഓ അതെയോ അങ്ങനെ സംഭവിച്ചു, വളരെ ഇതായിട്ട് നമുക്കതിന് ചെയ്യാൻ പറ്റണം. നിങ്ങളവരെ വികാരങ്ങളെയും കാഴ്ചപ്പാടുകളെയും നന്നായിട്ട് ഉൾക്കൊള്ളുന്നു എന്ന് കാണുമ്പോൾ നിങ്ങൾ ആ ഫീലിംഗ്, ആ എമ്പതി നിങ്ങൾ ലിസണിങ്ങിലും നിങ്ങൾ സംസാരിക്കുന്നതിലും ആ എമ്പതിയോടുകൂടി സംസാരിച്ചാൽ ഒരൊറ്റ കൺവെർസേഷൻ മതി, നിങ്ങൾ അവരിൽ പ്രിയപ്പെട്ടവനായി മാറും.
എസ്പെഷ്യലി വല്ല ഹോസ്പിറ്റൽ കേസിനെ കുറിച്ചോ മറ്റോ ഒക്കെ നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നിരിക്കട്ടെ. അപ്പോൾ നമുക്ക് അവരിലേക്ക് ആ കൺവെർസേഷനിൽ നമ്മൾ നല്ല എമ്പതിയായി കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ നിങ്ങളെ ഒരു കാലത്തും മറക്കില്ല. ഒരൊറ്റ ദിവസത്തെ കൺവെർസേഷൻ കൊണ്ട്, ഒറ്റ ദിവസത്തെ ആശയവിനിമയം കൊണ്ട് നിങ്ങൾ അവരിൽ ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായി മാറാൻ നിങ്ങൾക്ക് കഴിയും. അപ്പോൾ 6ാമത്തെ പോയിന്റ്, എൻഗേജ്മെൻറ്റ്. എതിർകക്ഷിയിൽ നല്ല താല്പര്യം പ്രകടിപ്പിച്ചും നമ്മൾ ചോദ്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടും ചർച്ചയിൽ ഇടപെട്ടിരിക്കുന്ന മറ്റേ ആളിനെ കൂടി ചർച്ചയിലേക്ക് ഉൾപ്പെടുത്തിക്കൊണ്ടുമുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, അത് വളരെ വളരെ നല്ല കമ്മ്യൂണിക്കേഷനാണ്. അതായത് അവരുടെ അടുത്ത് ചോദിക്കും, ഞാൻ ഈ പറഞ്ഞ കാര്യത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, അല്ലെങ്കിൽ നിങ്ങളിതിനോട് യോജിക്കുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങളുടെ കാഴ്ചപ്പാട് എന്താണ് ഈ കാര്യത്തിൽ. അങ്ങനെ അവരെ കൂടെ ഇതിലേക്ക് എൻഗേജ് ചെയ്ത് സംസാരിപ്പിക്കുമ്പോൾ, അവർക്ക് അവസരം കൊടുക്കുമ്പോൾ അവരിതിലേക്ക് കൂടുതൽ എൻഗേജ്ഡ് ആവുകയും അവർക്കതിന് താല്പര്യം വരികയും ചെയ്യും. കമ്മ്യൂണിക്കേഷൻ ചിലപ്പോൾ അവരുണ്ടാകും ഇങ്ങനെ കേട്ടോ, നിങ്ങളെന്തോ പറഞ്ഞോ, എനിക്കൊന്നുമില്ല എന്ന നിലയിൽ ഇരിക്കുന്ന ആൾക്കാരുണ്ട്. അവർ പിന്നീട് നിങ്ങൾ അവരെ കൂടെ കമ്മ്യൂണിക്കേഷനിലേക്ക് എൻഗേജ് ചെയ്യിക്കുമ്പോൾ അവരിൽ നിങ്ങളിൽ പ്രിയപ്പെട്ടവരായി മാറും. നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ അവർക്ക് ഭയങ്കര താല്പര്യമാകും. നാളെ പറയും, അദ്ദേഹമായിട്ട് സംസാരിക്കാൻ ഭയങ്കര രസമാണ്. കാര്യം എന്താണ്? നിങ്ങളുടെ ചെറിയ ടെക്നിക്ക് അവരെ കൂടെ കമ്മ്യൂണിക്കേഷനിലേക്ക് എൻഗേജ് ചെയ്യിക്കുക. ഇത് കൂടുതലായി ഉപയോഗിക്കുന്നത് പഠിപ്പിക്കുന്നതിന് ഉപയോഗിക്കും. കാര്യം എൻഗേജ് ചെയ്യുന്നതിലൂടെ 2 ഗുണങ്ങളാണുള്ളത്. ഒന്ന്, ആ ആളിലേക്ക് ആ മെസ്സേജ് ആർന്നിറങ്ങി ചെല്ലും, ആ മെസ്സേജ് മറന്നു പോകില്ല. അതുപോലെ തന്നെ ബിസിനസ് പ്രസൻറ്റേഷനൊക്കെ നടത്തുന്നവർ എൻഗേജ്ഡ് കമ്മ്യൂണിക്കേഷനാണ് ചെയ്യുന്നത്. എന്തെങ്കിലും ഒരു ബിസിനസ് പ്രസൻറ്റേഷനൊക്കെ ചെയ്യാൻ പോകുന്ന ആളാണെങ്കിൽ അവരുമായി സംസാരിച്ച് കഴിയുമ്പോൾ അവരെന്താ ചെയ്യുന്നത്, അവരെ ആ കസ്റ്റമറെ കൂടെ സ്പീച്ചിലേക്ക് എൻഗേജ് ചെയ്യും. സാർ ഇതിനു മുമ്പ് ഇത് കേട്ടിട്ടുണ്ടോ, ഇതിനെക്കുറിച്ച് സാറിൻ്റെ അഭിപ്രായം എന്താണ് എന്ന രീതിയിൽ അവരെ കൂടെ ഈ കമ്മ്യൂണിക്കേഷനിലേക്ക് എൻഗേജ് ചെയ്യിക്കും. അപ്പോൾ അവർ ഈ കണ്ടന്റിനെ കൂടുതൽ ആഴത്തിൽ അവർക്ക് മനസ്സിലാക്കി എടുക്കാൻ പറ്റും. അതാണ് എൻ്റെ ഏറ്റവും വലിയ കഴിവ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിനോട് ചേർത്ത് പറയാവുന്ന മറ്റൊരു കാര്യം, ഈ എൻഗേജ്ഡ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടല്ലോ, എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വളരെ ഉപകാരപ്രദമാകുന്ന, അങ്ങനെ ഈ പരസ്പരം എന്തെങ്കിലും ഇഷ്യൂസൊക്കെ സെറ്റിൽ ചെയ്യുന്ന രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഈ എൻഗേജ് മെത്തേഡ് കമ്മ്യൂണിക്കേഷൻ മറ്റവരെ കൂടി എൻഗേജ് ചെയ്യിച്ച് കാര്യങ്ങൾ കൊണ്ടുപോയാൽ നമുക്ക് ആ പ്രശ്ന പരിഹാരത്തിനൊക്കെ ഒരുപാട് സഹായിക്കുന്ന ഒരു മെത്തേഡാണ് ഈ എൻഗേജും കൂടെ ചെയ്യിച്ച് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. 7ാമത്തെയും അവസാനത്തെയുമായ പോയിന്റ്, നല്ല കോൺഫിഡൻസ് ഉണ്ടായിരിക്കണം. സംസാരിക്കുമ്പോൾ നിങ്ങളിൽ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണം. നിങ്ങൾ പറയുന്ന സബ്ജക്റ്റ് എന്ത് തന്നെയായാലും അതിനെക്കുറിച്ച് നിങ്ങൾ കൃത്യമായ കോൺഫിഡൻസോട് കൂടി കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റണം. ഒരു കാര്യം ഞാനിവിടെ പറയുന്നത്, നിങ്ങൾ എൻ്റെ ക്ലാസ് കേട്ട നിങ്ങളെങ്കിലും നമുക്ക് ആ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ നോളജ് ഇല്ല എങ്കിൽ ഒരിക്കലും ആർഗ്യുമെൻറ്റിന് മുതിരരുത്. അറിയില്ലാത്ത സബ്ജക്റ്റിൻ്റെ അഭിപ്രായം പറയാൻ പോകരുത്. അത് നിങ്ങളെ ഒരുപാട് വില ഇടിച്ച് കാണിക്കും. അപ്പോൾ കൃത്യമായി ആ സബ്ജക്റ്റിനെ കുറിച്ച് കൃത്യമായ നോളജ് ഇല്ല എങ്കിൽ, എനിക്ക് അതിനെക്കുറിച്ച് നന്നായിട്ട് അറിയില്ല കേട്ടോ, കഴിയുമെങ്കിൽ പഠിക്കാൻ ശ്രമിക്കുക. എന്ത് കാര്യത്തിനെക്കുറിച്ചും നിങ്ങൾ വേറൊരാളുമായി ഒരു സംസാരത്തിൽ ഇടപെടുകയോ ഒരു ആർഗ്യുമെൻറ്റിലേക്ക് പോവുകയോ ചെയ്യുകയാണെങ്കിൽ പഠിക്കാൻ ശ്രമിക്കണം. അറിയാത്ത സബ്ജക്റ്റിനെ കുറിച്ച് ഒരിക്കലും എന്ത് കാര്യം. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ബിസിനസ് പ്രസൻറ്റേഷനാണ് നിങ്ങൾ പോകുന്നത്, നിങ്ങൾക്ക് കൃത്യമായും സബ്ജക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം, പ്രോഡക്റ്റ് നോളജ് ഉണ്ടായിരിക്കണം. എന്നിട്ട് വേണം പ്രസൻറ്റ് ചെയ്യാൻ. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ആ കോൺഫിഡൻസ് കിട്ടൂ. നിങ്ങളുടെ മുഖത്തുനിന്ന് മറ്റേ ആൾക്ക് വായിച്ചെടുക്കാൻ പറ്റും നിങ്ങൾ എത്ര കോൺഫിഡൻസിലാണ് ഈ കാര്യം പറയുന്നത് എന്നുള്ളത്. അത് ഒരു ഭയങ്കര കഴിവാണ്. അപ്പം നമ്മൾ പറയുന്ന കാര്യം നല്ല കോൺഫിഡൻസായി പ്രസൻറ്റ് ചെയ്യാൻ നമുക്ക് കഴിയണം. അതുപോലെ വളരെ നന്നായി പ്രാക്ടീസ് ചെയ്താൽ നമുക്ക് നല്ല കോൺഫിഡൻസ്, ആ സബ്ജക്റ്റിന് നല്ല കോൺഫിഡൻസ് ആവാൻ പറ്റും. നല്ല കോൺഫിഡൻസോട് കൂടി പറഞ്ഞാൽ നിങ്ങളെ അവർ വിശ്വസിക്കുകയും അത് അവരെ അതോറിറ്റിയായിട്ട് നിങ്ങൾക്ക് സംസാരിക്കാൻ കഴിയും. ഒരിക്കലും ഒരു അറഗൻറ്റ് സ്പീച്ച് ഒരിക്കലും പാടില്ല. ഒരു കാര്യത്തിലും ഒരു അറഗൻസ് നമ്മളെ ഭാഗത്തുനിന്നുണ്ടാകാൻ പാടില്ല. ഇങ്ങനെയുള്ള ഈ 7 പോയിന്റുകളാണ് എനിക്ക് നല്ല കമ്മ്യൂണിക്കേഷന് വേണ്ടി, ആരെയും ആകർഷിക്കുന്ന ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി നിങ്ങളുടെ അടുത്ത് ഇപ്പോൾ പറയാനുള്ളത്. അപ്പോൾ ഞാൻ കമ്മ്യൂണിക്കേഷനെ കുറിച്ച് ഇത്രയൊക്കെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ കാഴ്ചപ്പാടുകളുണ്ടാകും. അതെല്ലാം നിങ്ങൾ എൻ്റെ കമൻറ്റിലൂടെ അറിയിക്കുക. ഈ കമ്മ്യൂണിക്കേഷൻ ഡെവലപ്പ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള 7 പോയിന്റുകളും നിങ്ങൾക്ക് ഉപകാരപ്രദമാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും, നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ആരെയും ഇഷ്ടപ്പെടുന്ന തരത്തിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും നല്ല ഇൻഫ്ലുവൻസ് ചെലുത്താൻ കഴിയുന്ന രീതിയിലൊരു കമ്മ്യൂണിക്കേറ്റർ ആകാനും നമ്മുടെ ഈ പോയിന്റുകൾ പഠിച്ച് നല്ലൊരു കമ്മ്യൂണിക്കേഷനിൽ ഡെവലപ്പ് ചെയ്യാനും ആകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഈ വീഡിയോ ഇവിടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.